ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. നമുക്കൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും കുരുമുളകും ഗാർലിക്കും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സോ നമുക്കിതിനകത്തേക്ക് ഒരു 2 തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. സോ നമുക്കിതിനകത്തേക്ക് മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ കൂന്തലിവിടെ ഓൾറെഡി വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സ്റ്റീം ചെയ്തിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം കൂന്തൽ ഓൾറെഡി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല ആ കുരുമുളകിൻ്റെയൊക്കെ സ്മെല്ലെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.